ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏതെങ്കിലുമൊക്കെ ദുശീലങ്ങൾക്ക് നാളുകളായി അടിമപ്പെട്ട് കിടക്കുന്ന മക്കളാണോ നിങ്ങൾ? ഒരു മിനിറ്റ് എന്നോട് കൂടെ ഒന്ന് പ്രാർത്ഥിക്കാമോ? നമ്മൾ ഒരുമിച്ച് ഒരു വിടുതൽ പ്രാർത്ഥന നടത്താൻ പോകുന്ന സമയമാണ്. അനേകം മക്കളുടെ ജീവിതത്തിൽ എൻ്റെ കഴിഞ്ഞ നാളത്തെ ശുശ്രൂഷകൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഒരു വിടുതൽ പ്രാർത്ഥന കൊണ്ട് പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ കർത്താവിൻ്റെ ബലിയുടെ യോഗ്യതയോട് ചേർന്നുകൊണ്ടുള്ള വിടുതൽ പ്രാർത്ഥനയിൽ അനേകർക്ക് അത്ഭുതകരമായ വിടുതൽ കിട്ടിയിട്ടുണ്ട്. വർഷങ്ങളായി അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ദുശീലങ്ങൾ, ദുർവാസനകൾ, തിന്മയുടെ സ്വാധീനം എന്നൊക്കെ അത്ഭുതകരമായ വിടുതൽ കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഒരുമിച്ച് ഒരൊറ്റ മിനിറ്റ് ഒരു വിടുതൽ പ്രാർത്ഥന, ഏതെങ്കിലുമൊക്കെ ദുശീലങ്ങൾക്ക്, ഇനി മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ ആകട്ടെ, മദ്യപാന ലഹരി ആകട്ടെ, ലൈംഗിക വൈകൃതങ്ങളാകട്ടെ, ഏതെങ്കിലുമൊക്കെ അടിമത്തങ്ങളിലേക്ക് വീണുപോയ മക്കൾ ഈ നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ലവനും കാരുണ്യവാനുമായ കർത്താവേ, പൗരോഹിത്യത്തിൽ അങ്ങ് എനിക്ക് തന്ന അധികാരത്തിൻ്റെ കീഴിൽ എളിമയോടെ നിന്നുകൊണ്ട് ഈ മക്കളെ കാലാകാലങ്ങളായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇവരുടെ മേൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും വെളിപാട് 12:11 അധികാരത്തിൽ ബന്ധിക്കുന്നു. കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ, സാക്ഷ്യത്തിൻ്റെ വചനത്തിലും ഈ മക്കളുടെ മേൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികൾ അടിമത്തങ്ങളിലേക്ക്, ദുശീലങ്ങളിലേക്ക്, ദുർവാസനകളിലേക്ക് ഇവരെ നിരന്തരം തള്ളിയിട്ടുകൊണ്ടിരിക്കുന്ന, ചില പാപങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ അടിമത്തത്തിൻ്റെ നുഖത്തിലായിരിക്കുന്ന ഈ മക്കളുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകളെയും ലൂക്ക 9:1-2 വചനത്തിൽ, മത്തായി 18:18 ബന്ധിച്ച് യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞങ്ങൾ ശാസിക്കുന്നു. കർത്താവിൻ്റെ ബലിയുടെ യോഗ്യതയാൽ ഈ നിമിഷം തന്നെ ഈ മക്കൾക്ക് വിടുതലുണ്ടാകട്ടെ. ആമേൻ പറ. ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. ഈ നിമിഷം തന്നെ യേശുവിൻ്റെ ബലിയുടെ യോഗ്യതയാൽ നിങ്ങൾക്ക് എല്ലാ ദുശീലങ്ങളിൽ നിന്നും വിടുതലുണ്ടാകട്ടെ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് ഈ നിരന്തരമായിട്ട് ഏറ്റെടുത്ത് പൂർണ്ണമായ വിടുതൽ പ്രാപിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ജീവിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.